ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇന്ന് കടന്നുപോകുന്നത്. പീറ്റർ മാൻഡൽസനെ അമേരിക്കയിലെ യുകെ അംബാസഡറായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇതിന് കാരണം. സുരക്ഷാ ഏജൻസികളുടെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടാണ് ഈ നിയമനം നടന്നതെന്ന ആരോപണം ശക്തമാണ്. ഇതിനെക്കുറിച്ച് പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇന്ന് സഭയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. പ്രധാനമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചോ എന്ന കാര്യത്തിൽ ഒരു വോട്ടെടുപ്പ് പോലും ഇന്ന് നടന്നേക്കാം. ഇതിനിടെ സ്കോട്ട്ലൻഡിലെ രാഷ്ട്രീയവും പുകയുകയാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും പുതിയൊരു സ്വാതന്ത്ര്യ ഹിതപരിശോധന റഫറൻഡം ആവശ്യപ്പെടുമെന്ന് ഫസ്റ്റ് മിനിസ്റ്റർ ജോൺ സ്വിന്നി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരോഗ്യശാസ്ത്ര മേഖലയിൽ ഇന്ന് വലിയൊരു മാറ്റത്തിന് തുടക്കമായിരിക്കുകയാണ്. യുകെയിലെ ക്ലിനിക്കൽ ട്രയൽ നിയമങ്ങളിൽ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ ഇന്നു മുതൽ നിലവിൽ വന്നു. പുതിയ മരുന്നുകളും ചികിത്സാരീതികളും രോഗികളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇനിമുതൽ കൂടുതൽ വേഗത്തിലാകും. ഇതിന്റെ ഭാഗമായി ലണ്ടനിലെയും ബർമിംഗ്ഹാമിലെയും ചില ഹോസ്പിറ്റലുകളിൽ നൂതനമായ AI അധിഷ്ഠിത മെഡിക്കൽ ട്രയലുകൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഷോപ്പ് ലിഫ്റ്റിംഗ്, കടകളിൽ നിന്നുള്ള മോഷണം തടയാൻ പ്രമുഖ ബേക്കറി ശൃംഖലയായ ഗ്രെഗ്സ് ലണ്ടനിലെ തങ്ങളുടെ പ്രധാന ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഡിസ്പ്ലേ ക്യാബിനറ്റുകൾ മാറ്റാൻ തീരുമാനിച്ചത് ഇന്ന് വലിയ ബിസിനസ് വാർത്തയായിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ട്രംപ്-ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള സമാധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ യോഗത്തിൽ യുകെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. അന്താരാഷ്ട്ര കപ്പൽ പാതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ലോകരാജ്യങ്ങൾ ഒന്നിക്കണമെന്ന് യുകെ മന്ത്രി സ്റ്റീവൻ ഡൌട്ടി ഇന്ന് ആവശ്യപ്പെട്ടു. കൂടാതെ അമേരിക്കയുടെ 250ാം സ്വാതന്ത്ര്യവാർഷികത്തോടനുബന്ധിച്ച് ചാൾസ് രാജാവ് ഇന്ന് നൽകിയ സന്ദേശത്തിൽ അമേരിക്കയുമായുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. യുകെയിലെ വിസാ നിയമങ്ങൾ കർശനമാക്കിയത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് മലയാളികൾ ഏറെയുള്ള കെയർ സെക്ടറിനെയാണ്. വിസ ലഭിക്കാനാവശ്യമായ കുറഞ്ഞ ശമ്പള പരിധി സാലറി ത്രെഷോൾഡ് കുത്തനെ വർദ്ധിപ്പിച്ചത് സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളെ വെട്ടിലാക്കിയിട്ടുണ്ട്. സ്കിൽഡ് വർക്കർ വിസയ്ക്ക് ഇപ്പോൾ കുറഞ്ഞത് 38,700 പൗണ്ട് പ്രതിവർഷം ശമ്പളം ലഭിക്കണം. എന്നാൽ ഹെൽത്ത് ആൻഡ് കെയർ വിസയിൽ വരുന്നവർക്ക് ഇതിൽ ചില ഇളവുകളുണ്ടെങ്കിലും കുടുംബത്തെ ഡിപെൻഡൻസ് കൂടെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന നിബന്ധന മലയാളികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. കുടുംബത്തെ പിരിഞ്ഞു കഴിയേണ്ടിവരുന്നത് മാനസികമായും സാമ്പത്തികമായും വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നത്. ഇതിനെയാണ് പലരും വിസാവേട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല, പല ഏജൻസികളും വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന പ്രവണതയും വർദ്ധിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ പുതിയ നിയമങ്ങൾ പ്രകാരം സ്പോൺസർഷിപ്പ് ലൈസൻസുള്ള സ്ഥാപനങ്ങൾക്കു മാത്രമേ വിസ നൽകാൻ കഴിയൂ. പല ചെറിയ കെയർ ഹോമുകളുടെയും ലൈസൻസ് ഹോം ഓഫീസ് റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വിസ കിട്ടി യുകെയിലെത്തിയവർ പോലും ജോലി നഷ്ടപ്പെട്ട് തിരികെ പോകേണ്ടിവരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു. യുകെയിലെത്തിയ ശേഷം ജോലിയില്ല എന്നു പറയുന്ന ഏജൻസികളുടെ ചതിക്കുഴിയിൽ വീഴുന്ന മലയാളികളുടെ എണ്ണം കൂടുന്നത് ലണ്ടനിലെയും മാഞ്ചസ്റ്ററിലെയും മലയാളി അസോസിയേഷനുകൾ ഗൌരവമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജോബ് റിക്വയർമെന്റുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ വെറുതെ ഒരു ഡിഗ്രി ഉണ്ടെന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ്, സ്പെഷ്യലിസ്റ്റ് നഴ്സിംഗ്, പ്രത്യേകിച്ച് മാനസികാരോഗ്യം, ശിശുരോഗ വിഭാഗം, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എന്നീ മേഖലകളിലാണ് നിലവിൽ വിസ ലഭിക്കാൻ എളുപ്പമുള്ള ഒഴിവുകൾ വരുന്നത്. NHSൽ ഓഫ് NHS ജോലി നോക്കുന്നവർക്ക് ശമ്പളപരിധിയിൽ ചെറിയ കുറവുണ്ടെങ്കിലും മുൻപത്തെപ്പോലെ ഒരു ഈസി എൻട്രി ഇപ്പോൾ സാധ്യമല്ല. ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം നിർബന്ധമായും ഉയർന്ന സ്കോറിൽ തന്നെ വേണം. നിലവിൽ ലണ്ടന് പുറത്തുള്ള നഗരങ്ങളിൽ ലിവിംഗ് കോസ്റ്റ് കുറവായതിനാൽ അത്തരം സ്ഥലങ്ങളിൽ ജോലി കണ്ടെത്തുന്നത് സാമ്പത്തികമായി കുറച്ചുകൂടി ലാഭകരമായിരിക്കും. യുകെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഒരു ഏജൻസിക്ക് പണം നൽകുന്നതിനു മുൻപ് ആ സ്ഥാപനത്തിന് നിലവിൽ സ്പോൺസർഷിപ്പ് ലൈസൻസ് ഉണ്ടോ എന്ന് ഗവൺമെന്റ് വെബ്സൈറ്റ് വഴി നേരിട്ട് പരിശോധിക്കുന്നത് ഇത്തരം വിസാവേട്ടകളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കും. ഇറാൻ മുന്നോട്ടുവെച്ച പുതിയൊരു സമാധാന നിർദ്ദേശം വൈറ്റ് ഹൌസ് അതീവ ഗൌരവത്തോടെ പരിശോധിച്ചുവരികയാണ് എന്നതാണ്. തങ്ങൾക്കുമേലുള്ള ഉപരോധം നീക്കിയാൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്ക് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് പൂർണ്ണമായും തുറന്നുകൊടുക്കാമെന്നും യുദ്ധം അവസാനിപ്പിക്കാമെന്നുമാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം അല്പം കടുപ്പമേറിയതാണ്. ഇറാന്റെ ഈ നിർദ്ദേശം മുൻപത്തേക്കാൾ ഭേദമാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് കൃത്യമായ ഉറപ്പുകൾ ലഭിക്കാതെ ഒരു കരാറിനും താനില്ലെന്ന നിലപാടിലാണ് അദ്ദേഹം. ഞങ്ങളുടെ കൈയിലാണ് എല്ലാ കാർഡുകളും എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. യുദ്ധഭൂമിയിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ ആദ്യവാരം മുതൽ നിലവിലുള്ള താൽക്കാലിക വെടിനിർത്തൽ സീസ്ഫയർ ഇപ്പോഴും തുടരുന്നുണ്ട്. എങ്കിലും US നേവി ഇറാന്റെ തുറമുഖങ്ങൾ വളഞ്ഞേർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ഇറാനെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇറാനിലെ എണ്ണശേഖരണ സംവിധാനങ്ങൾ ഏകദേശം പൂർണ്ണമായി നിറഞ്ഞ അവസ്ഥയിലാണെന്നും കപ്പലുകളിൽ എണ്ണ കയറ്റി അയക്കാൻ കഴിയാത്തത് അവരെ വീർപ്പുമുട്ടിക്കുന്നുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ. ഇതിനിടെ അമേരിക്കൻ മിസൈലുകൾ തങ്ങൾ പിടിച്ചെടുത്തതായും അവയുടെ സാങ്കേതികവിദ്യ പഠിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കേണ്ടിയിരുന്ന നിർണായക ചർച്ചകൾ കഴിഞ്ഞ ദിവസം ട്രംപ് അവസാന നിമിഷം റദ്ദാക്കിയത് വലിയ ആശങ്കയുണ്ടാക്കിയെങ്കിലും
പുതിയ നിർദ്ദേശം വന്നതോടെ ചർച്ചകൾ വീണ്ടും തുടങ്ങാനുള്ള സാധ്യതകൾ തെളിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ തോക്കുകൾക്ക് അല്പം വിശ്രമം ലഭിച്ചിട്ടുണ്ടെങ്കിലും ചർച്ചാമേശയിലെ തർക്കങ്ങൾ പരിഹരിക്കപ്പെടാത്തതിനാൽ യുദ്ധം പൂർണ്ണമായും അവസാനിച്ചുവെന്ന് പറയാറായിട്ടില്ല.